പാലസ്തീനിലെ മനുഷ്യമക്കള് പരമാധികാര സ്വതന്ത്ര ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായ ഖത്തറിനെതിരെ പോലും ഇപ്പോൾ അക്രമം നടത്തിക്കൊണ്ട് ഇസ്രായേൽ അതിന്റെ കൊടും ക്രൂരത ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ലോക ജനതയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണമാണ് ഇന്ന് മിനിഞ്ഞാന്ന് ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഖത്തർ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, ഒരു യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതനെ പോലെ എന്നും മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് രാഷ്ട്രമായ ഖത്തറിനെതിരെ പോലും ഈ പ്രതിഷേധത്തെ ഇസ്രായേലിന് കാണിച്ചു കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് വിനീതമായി ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. സാമ്രാജ്യത്തെ കഴുകന്മാർ സാമ്രാജ്യത്തെ കഴുകന്മാർ സിന്ദാബാദ് ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങൾ ഇതിനെതിരെ മുഖം തിരിച്ചാലും ഇപ്പോൾ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു. അതൊക്കെ കൃത്യമായി ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയങ്ങളും മറ്റുമൊക്കെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ പ്രതിഷേധത്തെ ഇസ്രായേലിന് കാണിച്ചു കൊടുക്കണമെന്നുള്ളതാണ് എനിക്ക് വിനീതമായി ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ സംസ്ഥാനങ്ങളിലും SDPI ഇന്ന് ഈ പ്രതിഷേധം നടത്തുകയാണ്. ഇത് ഇസ്രായേൽ മുസോളിനിയും അടക്കം എത്രയെത്ര സ്വേച്ഛാധിപതികൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു നാൾ ഈ നെതന്യാഹുവിന് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിലൊരു യാതൊരുവിധ അമാന്തത്തിന്റെയും ആവശ്യമില്ല. കാരണം കാലം സാക്ഷി, ചരിത്രം അത് തന്നെയാണ് സാക്ഷ്യം. ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട്, അതിനുശേഷം ഹമാസിന്റെ നേതാക്കന്മാര് ഖത്തറിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടത്തിയ അക്രമം, ഇതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായിട്ട് SDPI ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്തെ കഴുകന്മാർ സാമ്രാജ്യത്തെ കഴുകന്മാർ